വിജയ്, പന്തളത്ത് നടന്ന അയ്യപ്പ സംരക്ഷണ സമ്മേളനം, അതിൽ ചീറ്റപ്പുലിയായത് അണ്ണാമലയാണ്. അണ്ണാമലൈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളൊക്കെ കേട്ടതാണ്. ഒരുപക്ഷെ CPM വലിയ കനത്ത മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയതെന്നുള്ളതാണ്. അവിടെ ബാംഗ്ലൂർ MP തേജസ് യാദവ് വന്നിട്ടുണ്ടായിരുന്നു. തേജസ് യാദവ് അദ്ദേഹം പിന്നെ പറഞ്ഞതൊന്നും നമ്മൾ ഇതുവരെ തേജസ്വി സൂര്യ അദ്ദേഹം പറഞ്ഞതൊന്നും നമ്മൾ ഇതുവരെ കേട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംരക്ഷണ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതാണ് കുറച്ചും കൂടെ എനിക്ക് ഉചിതമായിട്ട് തോന്നിയത്. പിണറായിയുടെ ഈ അയ്യപ്പ സമ്മേളനത്തിന് പലതും പറഞ്ഞല്ലോ. ഒരു നമ്മൾ തന്നെ ക്യാപ്ഷൻ ഇടാൻ വേണ്ടി പല രീതിയിൽ നമ്മൾ ചിന്തിച്ചു, അല്ലേ? ക്രിയാത്മകമായ രീതിയിലൊക്കെ തമ്പിടാനും ഒക്കെ നമ്മൾ ചിന്തിച്ചു പല രീതിയിൽ. പിണറായി ഭഗവത്ഗീത വായിക്കുന്നതിന് നമ്മൾ എന്ത് പറയും എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു കൃത്യമായി കുറുക്കിക്കൊള്ളുന്ന ഒരു കാര്യം തന്നെ പറഞ്ഞു. ആദ്യം തന്നെ പിണറായിയെ ഒരു ത്രിമൂർത്തി സംഘത്തിൽ ചേർത്തിട്ടുണ്ട്. പിണറായിയെ, അതായത് പിണറായി വിജയനും സ്റ്റാലിനും സിദ്ധരാമയ്യയും ഹിന്ദുവിരുദ്ധ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞ. സിദ്ധരാമയ്യ നിരീശ്വരവാദിയാണ്, അറിയാമായിരിക്കുമല്ലോ. സ്റ്റാലിനും നിരീശ്വരവാദിയാണ്, പിണറായി വിജയനും നിരീശ്വരവാദിയാണ്. ഇതിൽ സിദ്ധരാമയ്യ മാത്രമേ വേറെ പാർട്ടിയായിട്ടുള്ളൂ. ചെകുത്താൻ വേദമോതുന്നതിന് തുല്യമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആഗോള അയ്യപ്പ സംഘം നടത്തിയത്. ഇതിനപ്പുറം ഒന്നും പറയാനില്ലല്ലോ. കൃത്യമായ വാക്കാണ് കോയിൻ ചെയ്തിരിക്കുന്നത്, ചെകുത്താൻ വേദമോതുന്നത്. നമ്മൾ 2 ദിവസം മുന്നേ കണ്ടത് ചെകുത്താൻ വേദമോതുന്നതാണ്. പക്ഷെ നമുക്ക് ആർക്കും അത് പറയാൻ തോന്നിയില്ല. നമ്മളെല്ലാം അതിന്റെ പക്ഷെ ഒരു ആലോചിച്ച് നോക്കുക, അന്ന് 2018 ചെകുത്താനായ മനുഷ്യനല്ലേ ഇദ്ദേഹം, പിണറായി വിജയൻ. ശബരിമല അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ചെകുത്താന്റെ സ്ഥാനത്തായിരുന്നു ഇദ്ദേഹം നിന്നത്. അതായത് ഒരു ഭാഗത്ത് കടലായിട്ട് സുപ്രീം കോടതി ഉണ്ടായിരുന്നു. അവിടെ ജനങ്ങളുടെ അയ്യപ്പ വിശ്വാസികൾ അവിടെ അയ്യപ്പ വിശ്വാസികളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായ എന്താണ്, അയ്യപ്പ വിശ്വാസികളെ റോഡിലിട്ട് അടിച്ച്, അല്ലേ? അതിനുവേണ്ടി കേരള പോലീസിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാക്കി യൂണിഫോമിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അതായത് അന്ന് തന്നെ കേട്ടിരുന്ന ചില കിംവദന്തികൾ എന്തെന്ന് പറഞ്ഞാൽ SFIയുടെ ബ്രാഞ്ച് ഓഫീസിൽ നിന്നൊക്കെ കുറെ ഒരു കാക്കിയിട്ട് വന്നു എന്ന് പറഞ്ഞു. അതായത് RSSകാരെയും മറ്റ് അയ്യപ്പ സമാജത്തിലുള്ള ആൾക്കാരെയൊക്കെ തല്ലി ഓടിക്കാനായിട്ട് കിട്ടിയൊരവസരമല്ലേ. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് തന്നെ പലരും SFI അല്ല, ക്ഷമിക്കണം, DYFI നിന്ന് പലരും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ അന്ന് അപ്പോൾ ഒരു ചെകുത്താൻ്റെ സ്വരൂപം തന്നെ എടുത്തതാണ്. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് മലയാളി സമൂഹം മറക്കാതിരുന്നാൽ മതി. തീർച്ചയായിട്ടും ഈ മണ്ണഞ്ചാലിൽ നിന്ന് കോൺഗ്രസ് വോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് യാതൊരു ആക്ഷനും അവരെടുക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പം തന്നെ ഇവിടെ ഇത്രയും ഇതുണ്ടായിട്ടും കോൺഗ്രസ് ഒരു ചോദ്യം ഉന്നയിക്കുന്നില്ല. അത് നിങ്ങൾ കേസെടുത്തവർക്കെതിരെ കേസ് പിൻവലിച്ചോ, അഫിഡവിറ്റിൽ ഇങ്ങനെയൊക്കെ എഴുതിയത് തിരുത്തിയോ, ഇങ്ങനെ കോൺഗ്രസ് ചോദിക്കുന്നില്ല. അതിന് പകരം പിണറായി വിജയൻ ഭക്തനാണോ, ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത കുറേ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പിണറായി വിജയനെ വിമർശിച്ചെന്നുമായി അങ്ങനെ വോട്ടുകൾ കുറെ തട്ടിയെടുക്കാമല്ലോ. അതാണ് കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ്. പിന്നെ ഇത് പിണറായി വിജയൻ അയ്യപ്പ സമ്മേളനം നടത്തി തിരികെ അദ്ദേഹം നിലപാട് തിരുത്തി ഇനി എന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അദ്ദേഹം 2026 ഇലക്ഷൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹം വോട്ട് നൽകി അദ്ദേഹം ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ കാണിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണിക്കും. കാരണം നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഭരണത്തിന് തൊട്ട് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഭരണത്തിന് ഏറിയതിനു ശേഷമുള്ള 2 തവണ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് ഇനി ഒരിക്കൽ കൂടെ മലയാളി സമൂഹം പറ്റിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതായത് നമ്മൾ പൊതുവെ പറയും, എന്താണ്, ഇന്ത്യ എന്ന രാജ്യത്തിനെ പറ്റി പറയാറുണ്ട്. അതായത് ദൈവം ഇവിടെ 9 തവണ വന്നിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിലൊക്കെ ദൈവം 1 തവണയേ വന്നിട്ടുള്ളൂ. മകനെ അയച്ചു, ബാക്കിയുള്ള സ്ഥലത്ത് പ്രവാചകനെ അയച്ചു. ഇവിടെ ദൈവം തന്നെ നേരിട്ട് ആണ് വന്നിട്ടുള്ളത് 9 വട്ടം. എന്നിട്ടും ഈ രാജ്യം രക്ഷപ്പെടാത്തതെന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് ദൈവം തന്നെ കൈവിട്ട കേസാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് കേരളത്തിൻ്റെ കാര്യം. കാരണം നല്ല ഭരണാധികാരികളെയൊക്കെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി ഇതുപോലുള്ളവരെ വാഴ്ത്തുന്ന, അത് പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയെന്ന് ഞാൻ പറയുമ്പോൾ വാക്കാലുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ഉമ്മൻചാണ്ടി എന്താണ് ചെയ്തത്? ഉമ്മൻചാണ്ടി നല്ലൊരു ഭരണകർത്താവായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് ചെയ്തത്? ചവിട്ടി താഴ്ത്തുകയല്ലേ ചെയ്തത്.
അല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളും ഇത് ഇപ്പൊ ഇരുന്ന് ജനകീയ നേതാവായിരുന്നു. ജനകീയ നേതാവിനെ വെള്ളപ്പെണ്ണ് കേസിൽ കുടുക്കി എന്തെല്ലാം ചെയ്തു. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ മാധ്യമങ്ങളെ മാത്രമേ പറയുള്ളൂ, പാർട്ടിക്കാരെയും ദേശാഭിമാനിയെയും കുറ്റം പറയും. ഈ കണ്ണീര് വാർക്കുന്ന ജനം ഇവരൊക്കെ എവിടെ പോയിരുന്നത്? ഇല്ല മരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, ഉമ്മൻചാണ്ടിക്ക് മരണമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കണ്ട ആൾക്കൂട്ടങ്ങളൊന്നും അന്ന് കണ്ടില്ലല്ലോ. നേതാവിനെതിരെ ഇത്രയും വർഷം ജീവിച്ച ഒരാൾ, രാഹുൽ മാങ്കൂട്ടത്തിന് 35 വയസ്സേ ഉള്ളൂ, അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയെന്ന് നമുക്കറിയില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയെ ഇത്രയും വർഷമായിട്ട് കാണുന്നവർ ഇന്നലെ വന്നൊരു പെണ്ണ് വന്ന് അനാവശ്യം പറഞ്ഞപ്പോൾ ഉടനെ, അതും ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ, നാണംകെട്ട പത്രങ്ങൾ, മറ്റ് വായനയ്ക്ക് വേണ്ടി ആരും ഉപയോഗിക്കാത്ത പത്രങ്ങൾ, അങ്ങനെയുള്ള മഞ്ഞപ്പത്രങ്ങൾ ഇതൊക്കെ എഴുതി എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പോൾ എന്തായി? അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ദുർവിധി കേരളത്തിനുണ്ട്. നല്ല ഭരണാധികാരികൾ വാഴില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ നിന്നാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടന്നത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞത്, കേരളവും തമിഴ്നാടും കർണാടകയും ഭരിക്കുന്ന പിണറായി വിജയനും MK സ്റ്റാലിനും സിദ്ധാരാമയ്യയും ഹിന്ദു വിരുദ്ധ ത്രിമൂർത്തികളാണെന്നും തേജസ്വി സൂര്യ ആരോപിച്ചു. ശബരിമല പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിനെ പിണറായി വിജയൻ ക്ഷണിച്ചതായിട്ടുള്ള വാർത്തകൾ കണ്ടു. അപ്പോൾ കർണാടകയിലെ സിദ്ധരാമയ്യയും കൂടി അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ ഹിന്ദു വിരുദ്ധരുടെ ത്രിമൂർത്തി സമ്മേളനമാക്കാമായിരുന്നു ഇതിനെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ദക്ഷിണേന്ത്യയിലെ ഹിന്ദുക്കളുടെ ശാപമാണ് ഈ പറയുന്ന 3 ത്രിമൂർത്തികളെന്നും തേജസ്വി സൂര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ചു. അപ്പോൾ എന്തായാലും ചെകുത്താൻ വേദമോതുന്നതിന് തുല്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, പന്തളം രാജകുടുംബത്തിന്റെ പ്രതിനിധിയും കഴിഞ്ഞ ദിവസം പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുൺകുമാർ സാറും ജിമ്മി ജെയിംസ് സാറും ഒക്കെ വലിയ ആവേശം കാണിച്ചു. അതായത് വിളിച്ച പ്രതിനിധിക്ക് വരാൻ കഴിഞ്ഞില്ല, മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ മറ്റൊരു പ്രതിനിധി അയച്ചു. NSS SNDPയും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. NSS SNDPയിലെയും പന്തളത്തുള്ള പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ സംഗീത് കുമാർ പങ്കെടുത്താലേ, വെള്ളാപ്പള്ളി പങ്കെടുത്താലേ NSS SNDP ആവുകയുള്ളൂന്നില്ല. എന്തായാലും രാജപ്രതിനിധി, പന്തളം രാജകുടുംബത്തിന്റെ പ്രതിനിധി പങ്കെടുത്തു. അദ്ദേഹം പങ്കെടുത്ത പ്രതിനിധി പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ്. എന്താണ് പറഞ്ഞത്? ദൈവമുള്ളിടത്തെ ഭക്തന്മാരുള്ളൂ, ഇവിടെ ഞാൻ തിങ്ങി നിറഞ്ഞ് ഭക്തന്മാരെ കാണുന്നു എന്ന് പറഞ്ഞു. അതിനർത്ഥം നമ്മളത് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയുന്നതിന് പരിധിയുണ്ട്. രാജകുടുംബാംഗമാണല്ലോ, അദ്ദേഹം പറയുന്ന വാക്കുകൾ ആ കുടുംബത്തിന് തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വാക്കുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്നത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പറയണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയാത്തതിൽ നിന്നാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതായത് തലേദിവസ സമ്മേളനത്തിന് ആളില്ലായിരുന്നല്ലോ, അത് അയ്യപ്പന്റെ സമ്മേളനം അല്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ കപട നാടകത്തിന്, ഇത് വിരോധാഭാസത്തിന് ഇറച്ചി കച്ചവടക്കാരൻ സദാചാര സമ്മേളനം നടത്തുന്നു. അതായത് അദ്ദേഹം കുറച്ചും കൂടെ മാന്യമായിട്ടൊരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ജനം TV-യിലെ ചർച്ചയിൽ ഗുരുമൂർത്തി പറഞ്ഞത് അഭിസാരികയുടെ എന്താ പ്രസംഗം, ചാരിത്ര പ്രസംഗം എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു, ഇറച്ചി കച്ചവടക്കാരൻ്റെ സദാചാര സമ്മേളനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. കാരണം കേരളത്തിലെ നിരീശ്വരവാദികളായിട്ടുള്ള ഹിന്ദു വിരുദ്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഇന്ത്യയെ മൊത്തം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ, നമുക്കറിയാലോ, ചൈനയിൽ പോലും ദലൈലാമ വിഷയത്തിൽ അവർക്ക് ഭയങ്കര താല്പര്യമാണ്, അതിൻ്റെ ആചാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ. എപ്പോഴും ഈ പറയുന്ന ആചാരങ്ങളൊക്കെ എപ്പോഴൊക്കെയാണോ ഈ ഭരണവുമായിട്ട് അതിന് ബന്ധം വരുന്നത്, അധികാരവുമായി ബന്ധം വരുന്നത്, അപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആചാരങ്ങളിലൊക്കെ വലിയ താല്പര്യമാണ്. എന്തായാലും കാപ്പട്യം നിറഞ്ഞ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഭോഷ്കുകൾക്ക് ജനം തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ വില ഇനി അടുത്ത തവണ കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, മതം മനുഷ്യന്റെ കറുപ്പാണെന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ മാർക്സും സ്റ്റാലിനും ഏഞ്ചൽസും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേ സ്റ്റാലിൻ്റെ പേരിലാണ് ഈ തമിഴ്നാട്ടിലുള്ള മുഖ്യമന്ത്രിക്കും പേരിട്ടിരിക്കുന്നത്, ഈ പറഞ്ഞ സ്റ്റാലിൻ്റെ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു. എന്തായാലും ഈ അയ്യപ്പ സംഗമം കൊണ്ട് പിണറായി വിജയൻ്റെ ഈ മനം മാറിയിട്ടില്ല എന്നും, ഇതെല്ലാം ഒരു ഇതിൻ്റെ ഉള്ളിൽ അതായത് വിഷപ്പാമ്പ് പത്തി മടക്കിയിരിക്കുന്നതാണ്, അത് തക്കം കിട്ടുമ്പോൾ അത് കൊത്തും എന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അയ്യപ്പ സമ്മേളനം നടത്തേണ്ടി വരും അടുത്ത തവണയും.